നിമിത്തമാണ് അത് വലിയൊരു തളർപ്പുണ്ട്. പ്രിയമുള്ളവരെ, ആ തകർപ്പ് നമുക്ക് അങ്ങോട്ടും ആ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആർക്കും കഴിയത്തില്ല. അത്രമാത്രം വലിയൊരു തളർപ്പ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. പ്രിയമുള്ളവർ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ആത്മാവുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയെന്ന് ഏതൊരു പുസ്തകം ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മരിച്ച ആള് എന്നെ തന്നെ പുനരുത്ഥാനോ ജീവനമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വലിയൊരു പ്രത്യാശയാണ് ഞങ്ങൾക്ക് അതിൽ നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മരണമെന്നുള്ളത് അത് നിത്യമാണ്. അത് മനുഷ്യന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ മേടിക്കുന്ന മേശയ്ക്ക് കസേരയ്ക്ക് എല്ലാം ഗ്യാരണ്ടിയുണ്ട്. എന്നാൽ മനുഷ്യന് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ ജീവിതമാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ രാവിലെ നാം എഴുന്നേൽക്കുന്നു, ജോലി കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മനുഷ്യന് എന്താണ് ചെയ്യുന്നത്? അവന് എന്താണുള്ളത്? അവനൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. അവർ രാവിലെ പോകുന്ന പോലെയാണ് മനുഷ്യ ജീവിതം. അത് വൈകുന്നേരമാകുമ്പോൾ അറിഞ്ഞു മാറ്റിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എത്ര നിസാരമാണ് മനുഷ്യ ജീവിതം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. പിന്നീട് ആ പോയതിനു ശേഷം മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു മേലും മരിച്ച് മൺമറഞ്ഞു പോകുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം മരണത്തിന് മുമ്പാകെ ആക്കം അമ്പെ പരാജയപ്പെട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ ചക്രവർത്തിമാർ, എത്രയോ രാജാക്കന്മാർ, എത്രയോ ആളുകൾ ഈ മരണത്തിന് മുമ്പാകെ പിന്മാറി പോയിരിക്കുന്ന അമ്പെ പരാജയമായി പോയിരിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ നിങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് സ്വർഗമാണ്. പ്രിയമുള്ളവരെ, അതായത് പ്രിയമുള്ള സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ജീവന്റെ പുസ്തകം എന്നുള്ളത്. പ്രിയമുള്ളവരെ, വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പ്രയോഗിക്കാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. സ്വർഗമെന്നുള്ള സന്തോഷത്തിന്റെ സ്ഥലമാണ്, സമാധാനത്തിന്റെ സ്ഥലമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. സ്വർഗമെന്നുള്ളത് അവിടെ പോകാൻ വേണ്ടിയാണ് കർത്താവ് എന്നോട് പറയുന്നത്. അതിന് പ്രിയമുള്ളവരെ, ആരും നരകത്തിലേക്ക് പോകരുത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ പേരുണ്ടാകണം. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. നമ്മുടെ ഇവിടെ എല്ലാവരും നമ്മുടെ പേര് ആധാറിലുണ്ട്, നമ്മുടെ പേരുകളല്ല നമ്മുടെ റേഷൻ കാർഡിലുണ്ട്, നമ്മുടെ പേരെല്ലാം സർക്കാരിന്റെ എല്ലാ ഓഫീസുകളുണ്ട്. അതെല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടൊന്നും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കഴിയില്ല. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകണം. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? കർത്താവായ യേശു